ഞങ്ങളിന്ന് കൊടുമ്പതീരിന് പോവാണ് കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും അമ്മും. സ്വാഭാവികമായും വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. 2 പെൺകുട്ടികൾ ഒറ്റയ്ക്കാണോ പോകുന്നേ? വണ്ടി എവിടെയാ നിർത്തണ്ടേന്ന് അറിയോ? വണ്ടീനെ ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഹെൽമെറ്റ് എന്ത് ചെയ്യും? നൈറ്റ് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങളെക്കാൾ കൂടുതൽ കൺസേൺ വണ്ടിക്ക് കൊടുക്കുന്നുണ്ടോന്ന് സംശയമുണ്ട്. സീനില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. സ്ഥലം വലിയ പിടിയൊന്നുമില്ല, എന്നാലും ചെന്നെത്തി. ഇനി വണ്ടി മുന്നോട്ട് കിടക്കില്ലെന്ന് കണ്ടപ്പോൾ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി. ഏത് വഴിക്കാ പോണ്ടേന്ന് രണ്ടാൾക്കും വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ. പിന്നെ രസമല്ലേ ഇങ്ങനെ നടന്ന് പോകാൻ. നോക്കിയപ്പോൾ തേരിന്റെ അടുത്തുനിന്ന് അമ്പലത്തിലേക്ക് ഇനി ഏത് വഴിക്കാ പോണ്ടേന്ന് ചുറ്റും നോക്കി. ഗൈസ്, ഞങ്ങൾ ചമ്മിപ്പോയതായിരുന്നു. അത് അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ആയിരുന്നു തേര് നിർത്തിണ്ടായിരുന്നത്. തേര് ദിവസമായതുകൊണ്ട് തിരക്കിൽ തൊഴാനൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചേ. പക്ഷെ അമ്പലത്തിനകത്ത് വലിയ തിരക്കൊന്നുമില്ല. നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ തൊഴുത്തു പുറത്തിറങ്ങി. ഇനിയാണ് പരിപാടി. പൂരപ്പറമ്പിലൂടെ വെറുതെ നടക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെ. ഓരോ കടയിലും കയറി ഓരോരോ സാധനങ്ങളും കഴിച്ചു. അങ്ങനെ സത്യത്തില് ഈ പൂരവും വേലയൊക്കെ വലിയ രസമാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വീട്ടിലോട്ട്